അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു. ആ പൂക്കളും മലകളും ഒക്കെ കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അതിനുശേഷം ഫുഡാണല്ലോ എപ്പോഴും മെയിൻ. അപ്പോൾ 3 ദിവസത്തേക്കുള്ള ഫുഡ് എല്ലാം നമുക്ക് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ചുള്ള സാധനമൊക്കെ മേടിച്ചു. അങ്ങനെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഒരുവിധം നമ്മൾ സെറ്റാക്കി. കാരണം അടുത്ത് ഷോപ്പൊന്നും ഇല്ല. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ മേടിച്ചിട്ട് പോണം. അങ്ങനെ പിന്നെ നമ്മൾ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെന്റ് കൊണ്ട് അവിടെ അങ്ങ് എത്തിക്കോളാൻ വയ്യായിരുന്നു. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വ്യൂ നമുക്ക് അവിടെ നിന്നൊരു ബാൽക്കണി ഉണ്ട്. അവിടെ നിന്നുള്ള വ്യൂ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. ഇവിടെ ശരിക്കും ഒരു ഫാമാണ് കേട്ടോ. ആ ഫാം ഹൗസിൻ്റെ ബാക്കിലാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അപ്പം നമ്മൾ രാവിലെ ഈ ബാൽക്കണി തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ ആട്ടിൻകുട്ടികൾ വന്നിങ്ങനെ നിരന്ന് നിൽക്കും. ഓ, എന്ത് സുഖമല്ലേ ഒരു ജോലിക്ക് പോകാണ്ട് ഇങ്ങനെ ഇതൊക്കെ കണ്ട് ജീവിക്കാൻ. അപ്പോൾ അത് പറ്റില്ല, ഇങ്ങനെ ഹോളിഡേക്കൊക്കെ വരാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള വ്യൂ. എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ കാണാൻ?